മക്കളെ, ഇന്ന് നമ്മൾ ഗിഡ്കി എന്ന കഹാനിയിലെ പ്രധാന പോയിന്റുകളും അതുപോലെ തന്നെ 1 മാർക്കിനും 2 മാർക്കിനും വരുന്ന ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസും 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിലെ പ്രധാന പോയിന്റുകളുമാണ് നോക്കുന്നത്. ഒറ്റ വീഡിയോയിലാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. शादी का बुलावा और यात्रा तय होना। होशियारपुर में शादी का निमंत्रण आता है और परिवार ट्रेन से जाने का निर्णय लेता है. ഹോഷിയാർപൂരിൽ നിന്നും ഷാദിയുടെ വിവാഹത്തിന്റെ ക്ഷണം വരുന്നു. കുടുംബം ട്രെയിനിൽ പോവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്. जनरल कोच से सफर, इस बार एसी कोच की बजाय जनरल डिब्बे से यात्रा करने का फैसला होता है. ഇപ്രാവശ്യം AC കോച്ച് കൂടാതെ ജനറൽ കോച്ചിൽ പോവാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കും. युवती का शाल बेचना, युवतिയുടെ ഷാൾ വിൽപ്പന. ट्रेन में एक सांवली युवती रंग बिरंगी शालें बेचती है और पत्नी मोल भाव करती है. ട്രെയിനിൽ സാവലി യുവതി, പിന്നെ ഒരു ശ്യാമ നിറത്തിലുള്ള ഇരുണ്ട നിറത്തിലുള്ള സുന്ദരിയായിട്ടുള്ള യുവതി പല നിറത്തിലുള്ള ഷാളുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പത്നി അവരുമായിട്ട് വില പേശുന്നു. ഷാൾ की कीमत पर मोल भाव, ഷാളിന്റെ വിലയിൽ പത്നി വില പേശിയിട്ട് പത്നി और युवती के बीच സൗദേബാജി होती है, രണ്ടുപേരും തമ്മിലുള്ള കച്ചവടത്തിന്റെ കാര്യങ്ങൾ നടക്കുന്നു. അന്തമേ 5 ഷാളേം, അവസാനം 5 ഷാളുകൾ 750 രൂപയ്ക്ക് അവർ വാങ്ങിക്കുന്നു. യുവതിക്ക് ആങ്കോമേ നമ്മി, യുവതിയുടെ കണ്ണുകൾ ഈറനണിയുന്നു. യുവതി കം കീമത്ത് മേം മാൻ ജാത്തി ഹേ ജിസ്സേ ഉസ്കി ആങ്കേ ബർ ആത്തി ഹേ, യുവതി കം കീമത്ത് ചീപ്പ് വിലക്ക് സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിലും അവരുടെ കണ്ണുകൾ നിറയുന്നു. ബീത്തെ ദിനോ കി യാദേ, വ്യക്തിക്ക് അപ്പനെ പിതാക്കി യാദ് ആത്തി ഹേ, കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നു. അതായത് പതി കഥാപാത്രത്തിന് തൻ്റെ പിതാവിനെ, വ്യക്തിക്കാന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ വ്യക്തി അതായത് പതി കഥാപാത്രത്തിന് തൻ്റെ പിതാവിനെ ഓർമ്മ വരുന്നു. ജോ കബി റെയിൽഗാഡിയെ സാമാൻ ബേച്ച് കർത്തേതേ, അദ്ദേഹം മുമ്പ് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നോ, മുമ്പ് ചെയ്തിരുന്ന ജോലി, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ ലേഖകന്റെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന ജോലി റെയിൽഗാഡിയിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുക എന്ന ജോലിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ യുവതിയുടെ കണ്ണുകൾ ഇറനടിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് തൻ്റെ പിതാവിനെ ഓർമ്മ വരുന്നു. അത്രയാണ് അതിലുള്ള പ്രധാന കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1 മാർക്കിന് വരുന്ന ചോദ്യമാണ്. കഹാനി കാ സബ്സേ ഉപയുക്ത് और एक शीर्ष क्या हो सकता है. നിങ്ങളോട് ചോദിക്കും ഈ ഗിഡ്കി എന്ന കഹാനിക്ക് മറ്റൊരു പേര് നൽകാൻ വേണ്ടിയിട്ട് പറയും. ഇതിൽ റെയിൽ യാത്ര കാ ആനന്ദ്, മോൽ ഭാവ് കാ സബക്, പിതാക്കി യാദ്, സംഘർഷിക്കി നമി, അങ്ങനെ നിങ്ങളോട് പേര് നൽകാൻ പറഞ്ഞാൽ പിതാക്കി യാദ് എന്ന പേരും നിങ്ങൾക്ക് കൊടുക്കാം, സംഘർഷിക്കി നമി, അതുപോലെ തന്നെ റെയിൽ യാത്രക്ക് ആനന്ദ്, അതൊക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് മറ്റൊരു പേര് നൽകാൻ പറ്റിയ പേര് തന്നെയാണ്. ഇവിടെ സംഘർഷിക്കി നമി എന്നാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പരിവാറിനെ കിസ് പ്രകാർ കെ കോച്ച് മേ സഫർ കിയ, കുടുംബം ഏത് പ്രകാരത്തിലുള്ള കോച്ചിലാണ് യാത്ര ചെയ്തത്. AC കോച്ച്, ജനറൽ കോച്ച്, സ്ലീപ്പർ കോച്ച്, പ്രഥം ശ്രേണി കോച്ച്. ഏത് കോച്ചിലാണ്? ജനറൽ കോച്ച് അല്ലേ, ജനറൽ കോച്ച്. ഷാൾ ബേച്ചനെ വാലി യുവതി കഹാ കി ഷാൾ ബേച്ച് രഹി ഥി, ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള യുവതി എവിടെ നിന്നുള്ള ഷാളാണ് വിൽപ്പന നടത്തിയത്? കാശ്മീർ, ലക്നൗ, ദില്ലി, ജമ്മു. ഏതാണ്? ജമ്മു കി ഷാളാണ്. ശുരൂമേ യുവതീനെ ഏക്ക് ഷാൾ കി കീമത്ത് കിത്തനി ബതായി, തുടക്കത്തിൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തുടക്കത്തിൽ യുവതി ഷാളിന് പറഞ്ഞ വില എത്രയായിരുന്നു? 100, 250, 150, 300 തന്നിട്ടുണ്ട്. ഏതാണ്? 250 രൂപയായിരുന്നു തുടക്കത്തിൽ യുവതി ഷാളിന് വില പറഞ്ഞതിലെ. ഫസ്റ്റ് തന്നെ എത്രയാണ് ഷാളിന്റെ വില എന്ന് ചോദിച്ചപ്പോൾ 250 എന്നായിരുന്നു പറഞ്ഞത്. പത്നിനെ ആഖിർകാർ കിത്തനേമേ ഏക്ക് ഷാൾ ഗരീദി, പത്നി ആഖിർകാർ അവസാനം എത്ര രൂപയ്ക്കാണ് ഒരു ഷാൾ വാങ്ങിയത്? ഒരു ഷാളിൽ എത്ര രൂപ വെച്ചാണ് അവസാനം ഭാര്യ 5 ഷാൾ വാങ്ങിയത് എന്നാണ് ചോദ്യം. 150 രൂപ. ഒരു ഷാളിന് എത്ര രൂപ വെച്ചാണ് വാങ്ങിയത്? 150 രൂപ.
കഹാനി മേ സുയി അടക്കനെ കാ ക്യാ അർത്ഥ ഹെ? കഥയിൽ സുയി അടക്കന എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദ്യം. सिलाई करते समय सुई का अड़क जाना, एक ही विचार में फंसे रहना, ट्रेन का धीमा होना, पत्नी का बार बार कुछ पूछना. ഏതാണ് ഏക് ഹി വിചാർ മേം ഫംസേ രഹന? ഒരു വിചാരത്തിൽ, ഒരു ചിന്തയിൽ തങ്ങി നിൽക്കുന്നതിനെയാണ്, കുടുങ്ങി നിൽക്കുന്നതിനെയാണ് സുയി അടക്കന എന്ന് പറയുന്നത്. കഹാനി മേം വ്യക്തി കോ കിൻകി യാദ് ആത്തി ഹെ? കഥയിൽ വ്യക്തിക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? അപ്പനെ ദാദാക്കി, അപ്പനെ ദോസ്ത്ക്കി, അപ്പനെ പിതാക്കി, അപ്പനെ സ്കൂൾ കെ ദിനോക്കി. എന്താണ്? അപ്പനെ പിതാക്കിയാണ്, സ്വന്തം പിതാവിനെയാണ് ഓർമ്മ വരുന്നത്. വ്യക്തിക്ക് പിതാ ക്യാ കാം കർത്തേ ദേ? ഇതിലെ പതി കഥാപാത്രത്തിനാണ് ഇവിടെ വ്യക്തി എന്ന് പറഞ്ഞിട്ട്. പതി കഥാപാത്രത്തിന്റെ പിതാവ് ക്യാ കാം കർത്തത്, എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ഷാൾ ബേച്ച്തേ ദേ, ട്രെയിൻ ചലാത്തേ ദേ, റെയിൽഗാഡി മേ സാമാൻ ബേച്ച്തേ ദേ, സ്റ്റേഷൻ മാസ്റ്റർ ദേ. ആരായിരുന്നു? റെയിൽഗാഡി മേ സാമാൻ ബേച്ച്തേ ദേ. കഹാനി കാ മുഖ്യ സന്ദേശ് ക്യാ ഹേ? ഈ കഥയുടെ മുഖ്യ സന്ദേശം എന്താണ് എന്നാണ് ചോദ്യം. റെയിൽ യാത്രാ മേ മോൽ ഭാവ് കർനാ ചാഹിയെ, സംഘർഷ് കർണേ വാലോं की भावनाओं को समझना चाहिए, ज्यादा सस्ती चीजें खरीदनी चाहिए, जनरल डिब्बे में सफर करना आनंददायक होता है. എന്താണ്? സംഘർഷ് കർണേ വാലോं की भावनाओं को समझना चाहिए. സംഘർഷങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ, വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആ ഒരു പ്രയാസം ഉണ്ടല്ലോ, സംഘർഷം. ആ സംഘർഷം അനുഭവിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അവരുടെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. അതുകൂടെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ അവർക്ക് വിലപേശുന്നതും അവർക്കും കൂടെ ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ പെരുമാറണം എന്നാണ് ഈ ഒരു കഥയുടെ സന്ദേശം. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. एसी की बजाय जनरल कोच से सफर का आनंद लेना, इसका मतलब क्या हो सकता है? എസിയിലല്ലാതെ ജനറൽ കോച്ചിൽ യാത്രയുടെ ആനന്ദം നേടുക എന്നതിന്റെ അർത്ഥം എന്താണ്? ആരാം ചോഡ്കർ സാധാരണ ലോഗോ കെ സാത്ത് യാത്ര കർണ. ആരാം എന്ന് പറഞ്ഞാല് സമാധാനത്തോടെയുള്ള യാത്ര ഉപേക്ഷിച്ചിട്ട്, സ്വസ്ഥത എന്നൊക്കെ പറയും, ആ സ്വസ്ഥമായിട്ടുള്ള യാത്ര ഉപേക്ഷിച്ചിട്ട് സാധാരണ ജനങ്ങളുടെ കൂടെ യാത്ര ചെയ്യുക. इसमें आम लोगों की जिंदगी और उनके സംഘർഷോ കരീബ് സെ ദേഖനെ കാ മൗക്ക മിൽത്ത. അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ആ സംഘർഷഭരിതമായിട്ട് അവരുടെ ജീവിതം കാണാനുള്ള ഒരു അവസരം ലഭിക്കും. ഇനി 2ാമത് ചോദ്യം. യുവതി കാ ഗല രൂന്ത് ജാനെ കാ കാരൺ ക്യാ ഹോ സക്താ ഹെ? യുവതിയുടെ തൊണ്ട ഇടറാനുള്ള കാരണം എന്തായിരിക്കാം? കം ദാം മേ ഷാൾ ബേച്നെ സെ ഉസേ നുക്സാൻ ഹോ സക്താ ഥാ. കുറഞ്ഞ വിലയ്ക്ക് ഷാൾ വിൽപ്പന നടത്തിയത് കൊണ്ട് അവൾക്ക് നഷ്ടമുണ്ടായിരിക്കും. ലേക്കിൻ പൈസോं की जरूरत के कारण वह मान गई. പക്ഷേ പൈസ അത്യാവശ്യമായത് കാരണം അവൾ അത് അംഗീകരിച്ചു. उसकी आंखों में आई नामी उसके कठिन जीवन और भावनाओं को दिखाती है. അവളുടെ കണ്ണുകളിലുണ്ടായ നനവ് അവളുടെ പ്രയാസമേറിയ ജീവിതത്തിനെയാണ് അവിടെ കാണിച്ചത്. എന്താണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇനി അടുത്തത്, वो एक बार ही 150 में मान गई, गलती की, दौड़ा तोल मोल और करना था. ഒറ്റ തവണ പറഞ്ഞപ്പോഴത്തേക്ക് 150 രൂപയ്ക്ക് അവൾ അംഗീകരിച്ചു. തെറ്റായിപ്പോയി, കുറച്ചുകൂടെ വില പേശാമായിരുന്നു. ഇസ് കഥൻ സെ ലോഗോം കെ കിസ് മനോഭാവ കാ പരിചയം മിൽത്താ ഹെ? ഈ ഒരു അഭിപ്രായത്തിലൂടെ, ഈ ഒരു പറച്ചിലൂടെ ജനങ്ങളുടെ ഏത് പ്രകാരത്തിലുള്ള മനോഭാവമാണ് കിട്ടുന്നത് എന്നാണ് ചോദ്യം. ഇങ്ങനെ പറഞ്ഞതാരായിരുന്നു? പത്നിയാണ് അല്ലെ? പത്നിയാണ് പറഞ്ഞത് കുറച്ചുകൂടെ വില പേശാമായിരുന്നു എന്ന്. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇസ് കഥൻ സേ അധിക ലാഭ പാനയ്ക്ക് ഇച്ഛാക്കാ ഭാവ ചലക്താ. ഈ ഒരു കഥനത്തിൽ, ഈ ഒരു അഭിപ്രായത്തിൽ, ഈ ഒരു പറച്ചിലിൽ അധിക ലാഭം നേടാനുള്ള ആഗ്രഹം ആണ് ഇവിടെ കാണിക്കുന്നത്. അധിക ലാഭത്തിന്റെ ആഗ്രഹമുള്ള മനസ്സിലാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. ഉസ്കി ആങ്കോ മേ ബി വഹി നമി ഹെ. അവളുടെ കണ്ണുകളിലും അതേ നനവുണ്ടായിരുന്നു. കിസ്കി ആങ്കോ മേ?
യുവതി की आंखों में ले क्यों जीविका चलाने के लिए कम दाम में भी सामान बेचना पड़ा ജീവിതം അതായത് നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് കം ദാമേം കുറഞ്ഞ വിലയിൽ സാമാൻ ബേചന പട സാധനങ്ങൾ വിൽക്കേണ്ടി വന്നു മേഹനത്ത് കെ ബാദ് ബി ഉചിത് മൂല്യം മിൽനെ പർ പരിശ്രമത്തിന് ശേഷം ഉചിതമായ മൂല്യം ലഭിക്കാതിരുന്നപ്പോൾ ഉൻകി ആങ്കോമ്മ നമിയാകി അവളുടെ കണ്ണുകളിൽ നനവുണ്ടായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഓക്കെ അത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ